വെൽക്കം ടു അവർ ചാനൽ ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ മെട്രോയിൽ കയറി നമ്മൾ മെട്രോ എടുത്തിട്ടാണ് റൂമിലോട്ട് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വഴിയെ കാണാം. ഇഷ്ടമായി റൂം ഇഷ്ടമായി, നീറ്റാണ്. അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, വേറെ ഒന്നും നോക്കുന്നില്ല. ഫസ്റ്റ്ലി ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് റൂം നല്ല നീറ്റായിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ നമ്മൾ റൂമിൽ എത്തിയതേ ഉള്ളൂ. നമ്മളെടുത്ത റൂം. അപ്പോൾ നമ്മൾ റൂമിൽ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കണം. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം എന്നാണ് പ്ലാൻ. എവിടെ പോകേണ്ടതെന്ന് ആക്ച്വലി ഞങ്ങൾക്കൊരു പ്ലാനില്ല. ഞങ്ങൾ ചെന്നൈ എന്ന് മാത്രം പറഞ്ഞിറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ വന്നിട്ട് ഇനി എവിടെ പോകണം, എവിടെയൊക്കെ പോകണമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു പ്ലാനില്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പോണ വഴിക്ക് അപ്ഡേറ്റ് ചെയ്ത് പോവാം. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. നല്ല തിരക്കാണ് അവിടെ, നല്ല തലവേദനയാണ്. നല്ല തിരക്കുണ്ട്. നമ്മൾ അവരുടെ സ്പെഷ്യൽ മിനി മീൽസാണ് പറഞ്ഞത്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസസ് ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സത്യം പറയാം. ചെന്നൈയിൽ വന്ന സാരി നോക്കൽ നിർബന്ധമാണല്ലോ. അപ്പം നമ്മൾ ആദ്യം തന്നെ പോയത് ടി നഗറിൽ നല്ലി എന്ന് പറയുന്ന ഷോപ്പിലാണ്. പണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് അമ്മയ്ക്ക് കളക്ഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കളക്ഷൻസ് ഒന്നും അത്ര വലിയ ഗുണമില്ല എന്ന് തോന്നി. പാർട്ടി ചേരാൻ പോകുന്നുണ്ടോ? നല്ലിയുടെ നേരെ ഓപ്പോസിറ്റാണ് ടി നഗറുള്ള പോത്തീസ്. അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു. അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള റേഞ്ചിലുള്ളതുണ്ട്. നമുക്ക് ചെറിയ റേഞ്ചിലുള്ളതാണ് വേണ്ടെങ്കിൽ അതുണ്ട്, നമുക്ക് വലിയ റേഞ്ചിലുള്ളതാണ് വേണമെങ്കിൽ അതുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് കളക്ഷൻസും ഉണ്ടായി. എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സാരിയൊക്കെ നോക്കാനായിട്ട് ചെന്നൈ പോകുന്നവർ എന്തായാലും ടി നഗറിൽ പോത്തീസിന് പോവുക. ടിനഗർ ഭയങ്കര വാസ്റ്റായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് അങ്ങനെ കവർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ കിട്ടിയ സമയം കൊണ്ട് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കവർ ചെയ്തിട്ടുണ്ട്. ആസ് എ റിസൾട്ട് നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ കുറേ നേരത്തെ നേരാപ്പാര നടപ്പിന് ശേഷം നമ്മൾ റൂമിലെത്തി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു. ആക്ച്വലി നമ്മുടെ പ്ലാൻ ഒരു 5 മണി 6 മണി ആകുമ്പോഴൊക്കെ എണ്ണീറ്റിട്ട് മറീന ബീച്ചൊക്കെ പോകണം എന്നായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ 5 മിനിറ്റ് പറഞ്ഞ് എണ്ണീറ്റപ്പോഴത്തേക്കും 8 മണി 8:30 ആയി. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ ചെറിയ രീതിക്ക് ഒരു ബാത്റൂം ടൂറൊക്കെ നടത്തി. പിന്നെ മിററിൽ ലൈറ്റൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഏതായാലും ഇവിടെ വരെ വന്നാലേ നമുക്കെല്ലാം ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ച സംഗീത എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയായിരുന്നു. ഇപ്പോൾ ഊബറിനാണെങ്കിൽ ഒരു 40-50 റുപ്പീസ്. ട്രാവലിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ വെജ് തന്നെ പ്രിഫറബിളി ചൂസ് ചെയ്തത്. നോൺ വെജ് കഴിച്ച് പിന്നെ എന്തെങ്കിലും പ്രശ്നമായാൽ അതൊരു തലവേദനയാണ്. അതുകൊണ്ടാണ് വെജ് തന്നെ കഴിക്കാൻ നോക്കുന്നത്. ഫേസ് വാഷ് എടുക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ മറക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഹോട്ടലിൽ നിന്ന് മറ്റേ കോംപ്ലിമെൻ്ററി ആയിട്ട് ഫേസ് വാഷും ബോഡി ലോഷനും ഷാമ്പൂ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു തട്ടിക്കൂട്ട് ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് കമ്മലിട്ടു, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു, അത്രയൊക്കെ തന്നെ.
എന്തിനാണ് പാതിരാത്രി കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നത് എന്ന് ചോദിക്കരുത്. ജസ്റ്റ് വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി. ഇത് വെച്ചിട്ട് ഞാൻ ഇറങ്ങില്ല, നാണക്കേടാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു മഴ പെയ്യുമെന്ന്, പക്ഷെ മഴ പെയ്തില്ല. ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ 44 Oasis. പിന്നെ അതുകൊണ്ടാണല്ലോ 5 മണി തൊട്ട് വിളിച്ചായിരുന്നല്ലേ. ഞാൻ അതിൻ്റെ ഇടയിൽ എത്ര വട്ടം വിളിച്ചു. ഈ ഡ്രസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ലേ, മാറുന്നില്ലേ? അതിലിരിക്കാൻ അതെല്ലാം ഒന്ന് കുളിച്ചിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ട് ഇടി ചെയ്തപ്പോഴാണ് ബാത്റൂം ഇടി ചെയ്തപ്പോഴേക്ക് പേടിയായി. പിന്നെ നോക്കിയപ്പം ആ ബക്കറ്റ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഇതൊന്നും മനസ്സിലാകില്ല. പിന്നെ നല്ലപോലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെന്നറിയാം, ക്ഷമിക്കണം. ഇതൊക്കെയായിരുന്നു നമ്മൾ ഡിന്നർ കഴിച്ചത്. മണിയമ്മ പൂരിയും അമ്മ മിനി ഇഡ്ഡലി സെറ്റും, ഞാനൊരു പാനിപ്പൂരി സ്റ്റാർട്ടറായിട്ട് പറഞ്ഞു. പിന്നെ മെയിൻ കോഴ്സായിട്ട് ബട്ടർ നാനും മഷ്റൂം ബട്ടർ മസാലയും പറഞ്ഞു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അവർ സർവീസ് പറയേണ്ടത് തന്നെയാണ്. എത്ര ആളുണ്ടെങ്കിലും നമ്മളെ ഒട്ടും വെയിറ്റ് ചെയ്യിക്കാതെ തന്നെ നമുക്ക് സീറ്റ് തരും. അത് നല്ലൊരു കാര്യമാണ്. ഹലോ. അങ്ങനെ ഞങ്ങൾ ചെന്നൈ എത്തി. നമ്മുടെ ഗേൾസ് ട്രിപ്പ് ആയിരുന്നു. അതെ, എന്താ പറയാനുള്ളത്? പിന്നെ പ്ലെയിനിൽ ആദ്യമായിട്ട് കയറിയ എക്സ്പീരിയൻസ് അതൊരു നല്ല അനുഭവം തന്നെ ആയിരുന്നു. പേടിയുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പേടിയൊന്നും അത്ര ഇതായിട്ട് തോന്നിയില്ല. കയറിയിട്ടുള്ള എനിക്ക് പേടിയുണ്ട്. എനിക്ക് ആക്ച്വലി ലൈക്ക് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ലൈക്ക് പെട്ടെന്ന് ഒരു എലവേഷൻ വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു വല്ലാത്തൊരു ഫീലിംഗ് തോന്നും. പേടിയിൽ ഹൈറ്റിൽ ചെല്ലുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു പേടി. പൊന്നുവിന്റെ കയ്യിലൊക്കെ കയറി പിടിച്ചു. പിന്നെ പൊന്നുവിനോട് പറഞ്ഞാലും നമ്മൾ രണ്ടും ഒരുമിച്ചല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒട്ടും പേടി തോന്നിയില്ല. എന്തിനാ പേടിക്കേണ്ട കാര്യമൊന്നും ആയിട്ട് അങ്ങനെ തോന്നിയില്ല. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു ഫീലിംഗ് പോലും ഫീൽ ചെയ്തില്ല. പിന്നെ ലാൻഡിങ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു, ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. അറിഞ്ഞതേ ഇല്ല, അറിഞ്ഞില്ല. അതുകൊണ്ട് അത് വലിയ കുഴപ്പമുണ്ടായില്ല. ടേക്ക് ഓഫ് മാത്രം. ഞാൻ പോയ സമയത്ത് ലാൻഡിങ് ഒക്കെ അത്യാവശ്യം, ഞാൻ തിരിച്ചു വന്ന ഞാൻ നേരത്തെ പോയ സമയത്ത് ഭയങ്കര ടർബുലൻസ് ഉണ്ടായിരുന്ന സമയം. അപ്പം ലൈക്ക് പാസഞ്ചേഴ്സ് ഒക്കെ പേടിച്ച് ആണ് ഇനി എത്തിയത്. ഈ പ്രാവശ്യം തന്നെ സ്മൂത്ത് ആയിരുന്നു. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ചെന്നൈയിലെത്തി. അപ്പോൾ ലാൻഡിങ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ആക്ച്വലി ട്രാവൽ എക്സ്പീരിയൻസ് നല്ല സ്മൂത്ത് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ എന്താണ്, ഞങ്ങൾ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ റേറ്റ് കേട്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു, എൻ്റെ പൊന്നോ ഇതിലും നല്ലത് ഒന്നുകൂടി ഇവിടെ എങ്ങാനും കൂടെ ഒരു പ്ലെയിൻ സർവീസ് ഒക്കെ നടത്താൻ കഴിയുമായിരുന്നെങ്കിൽ അതാ നല്ലതെന്ന്. അത്രമാത്രം കേരളത്തിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് ഒരു റേറ്റ് നമ്മളോട് ചോദിച്ചു. പിന്നെ അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ടത്. എങ്കിലും അടുത്ത മെട്രോ സ്റ്റേഷൻ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ കയറിയിട്ട് പിന്നെ ഞങ്ങൾ ടി നഗറിലൊരു ഹോട്ടലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ എടുത്തത്. പക്ഷേ ഈ ടി നഗറിന് വളരെ അടുത്ത് നന്ദനം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ മെട്രോയിൽ കയറി അവിടെ വന്നു. എന്നിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ വേറൊരു ഊബർ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. റൂമൊന്നും കുഴപ്പമില്ല, നല്ല നീറ്റ് ആൻഡ് ഐഡിയാണ്, വളരെ അധികം ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ടി നഗറിൽ പഴയ ഓർമ്മകളുണ്ട്. ടി നഗറിലെ റോഡിൽ നടന്ന് കുഞ്ഞായിരിക്കുമ്പോൾ ഒക്കെ ഞങ്ങൾ കുറേ തെണ്ടി നടന്നതാണ്. അപ്പോൾ അതുവഴിയൊക്കെ ഒന്ന് പോയി. പിന്നെ നല്ലി സിൽക്കിൽ കയറി. പക്ഷെ നല്ലിയിലെ സാരിയൊക്കെ നമ്മളന്ന് ഒരു 20 അല്ല, ഒരു 13 ഇയേഴ്സ് ബിഫോറിൽ നമ്മളെടുത്ത സാരികൾക്കൊക്കെ ഇപ്പം 20,000-30,000 റുപ്പീസ് ഒക്കെ പോയിരിക്കുന്നത്. പണ്ടത്തെ പോലെ സാരി കളക്ഷൻ ഒന്നുമില്ല. പിന്നെയും പോത്തീസ്, അതിപ്പോ കേരളത്തിൽ പോത്തീസ് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയും പോത്തീസിൽ മാത്രമേ ഉള്ളൂ അത്യാവശ്യം ലൈക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാരീസ്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള. നല്ലിയിലേക്ക് പണ്ടത്തെ പോലെ സർവീസ് പോലും ഇല്ല. ചെന്നൈ ടി നഗർ നല്ലിയിലെ, കാരണം ഭയങ്കര ഹൈ പ്രൈസിന് വാങ്ങുന്നവരെ മാത്രമേ അവിടെ സ്റ്റാഫ്സ് പോലും മൈൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോൾ കാഷ്വൽ അല്ലെങ്കിൽ ആ ഒരു അഫോർഡബിൾ റേഞ്ചിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എടുത്തു കാണിക്കാൻ പോലും ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. പക്ഷെ പോത്തീസ് അതല്ല, പോത്തീസ് കുറച്ചുകൂടെ ഒരു അഫോർഡബിൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ അക്കോമഡേറ്റ് ചെയ്ത് അവര് കളക്ഷനൊക്കെ ഇറക്കിയിട്ടുണ്ട്. പോത്തീസിൽ ജനം ഒഴുകുവാണ്. നല്ലിയിൽ 1-2 പേരാണ്, പക്ഷെ അവരെ പോലും അവരത്രമാത്രം നന്നായിട്ടുള്ള ഒരു ഇതൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സ്ട്രീറ്റിൽ കിട്ടുന്ന കുറേ പണ്ടുള്ളതാണ്, കുറേ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത്. മുന്നു കഴിച്ചില്ല, ഞാനും എൻ്റെ സിസ്റ്ററും കഴിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ തപ്പി നടന്നിട്ട് എന്തായിരുന്നു, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോഴത്തേക്ക് ശരിക്കും ക്ഷീണിച്ചു പോയി. കുറേ ദൂരം ഞങ്ങൾ നടക്കുകയൊക്കെ ചെയ്തു. രാവിലെ തൊട്ട് നമ്മൾ ട്രാവൽ ആയതുകൊണ്ട് വന്ന ഉടനെ നമ്മൾ റെസ്റ്റ് എടുക്കാതെ പിന്നെ പോയത് ടി നഗറിലോട്ട്. പിന്നെ വൈകിട്ട് മെറീന ബീച്ചിൽ പോകണമെന്നും പറഞ്ഞ മോനു തയ്യാറൊക്കെ ആയി. പക്ഷെങ്കിൽ
ഉറങ്ങിപ്പോയി. വിളിച്ചപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് അത് 7:30 പിന്നെ ഓക്കെ ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നാളെ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. നാളത്തെ ഇനി വളരെ നിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ഇല്ലാണ്ട് വന്നൊരു മറ്റേ ഒറ്റ മൈൻഡ് ട്രിപ്പായിരുന്നു അത്. ഒട്ടും പ്ലാനിങ് ഇല്ല, ഒരു പ്ലാനിങ്ങും ഇല്ല. അപ്പൊ വന്നു കഴിഞ്ഞിട്ടാണ് എവിടെയൊക്കെ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ്. ഫ്ലൈറ്റ് എടുത്ത് പോകും, എന്തിനാ വന്നേന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനൊരു പോക്കാണ്. നാളെ എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ട്. പ്രാവർത്തികമാകുമ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല. ബാക്കി നമുക്ക് വീഡിയോസില് ഓക്കെ ബൈ. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. സോ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് സെക്കൻഡ് ഡേ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.